ഫ്ലോർ വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഉള്ള കിറ്റുകൾ ഞാൻ ആദ്യം ഒന്ന് കിറ്റിലെ സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഫ്ലോർ വാഷിന്റെ കിറ്റ് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫ്ലോർ വാഷിൻ്റെത്. അതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങള്, ഒന്നാമത്തെ സാധനം എമുൾസിഫയർ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. എമുൾസിഫയർ EMULSIFIER എമുൾസിഫയർ ലിക്വിഡ്. അത് 200 ml ഒരു ബോട്ടിലാണ്. എമുൾസിഫയർ എമുൾസിഫയർ ലിക്വിഡ്. അത് 1 എന്ന ബോട്ടിൽ എഴുതിയിരിക്കും. ഒന്നാമത്തെ സാധനം എമുൾസിഫയർ ലിക്വിഡ് ആണ്. 200 ml. 200 ml ഒന്നാമത്തെ സാധനം എമുൾസിഫയർ ലിക്വിഡ്. രണ്ടാമത്തെ സാധനം ടെട്രാ സോഡിയം പൗഡർ ആണ്. നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ് ടെട്രാ സോഡിയം പൗഡർ. നമ്മുടെ വൈറ്റ് ഗ്രാനുൾസ്. ആ പാക്കറ്റിന്റെ പുറത്ത് 2 എന്ന് എഴുതിയിരിക്കും. രണ്ടാമതായിട്ട് ചേർക്കേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ടെട്രാ സോഡിയം പൗഡർ രണ്ടാമത്തേത്. മൂന്നാമത്തെ സോഡിയം നൈട്രേറ്റ് വാട്ടർ ആണ്. സോഡിയം നൈട്രേറ്റ് വാട്ടർ. മൂന്നാമത്തെ സോഡിയം നൈട്രേറ്റ് വാട്ടർ ആണ്. സോഡിയം നൈട്രേറ്റ് വാട്ടർ അത് 100 ml ആണ്. അത് നമുക്ക് നേരത്തെ നമ്മൾ ഹാൻഡ് വാഷും അതുപോലെ തന്നെ ക്ലോത്ത് വാഷും ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. നാലാമത്തെ SLES ആണ്. ഇത് നമ്മൾ നേരത്തെ 2 സാധനങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ചതാണ്. SLES അത് 100 ml. SLES 100 ml. അടുത്തത് BKC എന്ന് പറയുന്ന സാധനമാണ്. BKC. ഞാൻ BKC എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. BKC ലയിപ്പിച്ചിട്ടുള്ള ലിക്വിഡ് ആണ്. അതിന്റെ കൂടെ കളറുണ്ട്, അതിന്റെ കൂടെ പെർഫ്യൂം ഉണ്ട്. BKC എന്താണ് എന്ന് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് പറയാം. ബെൻസോൾ ക്ലോണിയം ക്ലോറൈഡ്. ബെൻസോൾ BENZOIL. ബെൻസോൾ ക്ലോണിയം KLONIUM. ക്ലോണിയം KLONIUM. ക്ലോണിയം. ക്ലോറൈഡ് CLORIDE. ക്ലോറൈഡ് CLORIDE. ബെൻസോൾ ക്ലോണിയം ക്ലോറൈഡ്. BKC എന്ന ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത്. ബെൻസോൾ ക്ലോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് ആർക്കും തന്നെ അറിയാൻ സാധ്യതയില്ല. ഇത്തരം കെമിക്കലുകളെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളിന് മാത്രമേ BKC ബെൻസോൾ ക്ലോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതേസമയത്ത് BKC എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കെമിക്കലുകളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവും. അപ്പൊ ഇതിൻ്റെ അകത്ത്, ആ ബോട്ടിലിന്റെ അകത്ത് കളറുണ്ട്, പെർഫ്യൂം ഉണ്ട്. ഈ ബെൻസോൾ ക്ലോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അണുനാശിനിയാണ്, ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫ്ലോർ വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഇത് പറയാം. എമുൾസിഫയർ ലിക്വിഡ് 200 ml. എമുൾസിഫയർ ലിക്വിഡ് EMULSIFIER. എമുൾസിഫയർ ലിക്വിഡ് 200 ml. ടെട്രാ സോഡിയം പൗഡർ 50 gram. ടെട്രാ സോഡിയം പൗഡർ 50 gram. സോഡിയം നൈട്രേറ്റ് വാട്ടർ 100 ml. സോഡിയം നൈട്രേറ്റ് വാട്ടർ 100 ml. അടുത്തത് SLES 100 ml. SLES 100 ml. അടുത്തത് BKC പ്ലസ് കളർ പ്ലസ് പെർഫ്യൂം. BKC പ്ലസ് കളർ പ്ലസ് പെർഫ്യൂം 100 ml.
അപ്പൊ 4 ബോട്ടിലും 1 പാക്കറ്റ് പൗഡറുമായിരിക്കും ഫ്ലോർ വാഷ് ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ. ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. ഇവിടെ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത്. 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം എമൾസിഫയർ ലിക്വിഡ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് എമൾസിഫയർ ലിക്വിഡ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ഏകദേശം ഒരു 3 മിനിറ്റ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടെട്രാ സോഡിയം പൗഡർ അതിലേക്കിട്ട് പൂർണ്ണമായിട്ട് ലയിച്ചു വരുന്നത് വരെ ഇളക്കുക. ടെട്രാ സോഡിയം പൗഡർ അതിലേക്കിട്ട് പൂർണ്ണമായിട്ടും ലയിച്ചു വരുന്നത് വരെ ഇളക്കുക. അത് പൂർണ്ണമായിട്ട് ലയിച്ചു വന്നതിന് ശേഷം നമ്മൾ സോഡിയം നൈട്രേറ്റ് വാട്ടർ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ അത് പകുതി വീതം 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. പക്ഷെ അളവിൽ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ വരുത്തുന്നു. സോഡിയം ഫ്ലോർ വാഷിന് വേണ്ടിയിട്ട് നമ്മൾ അളവിലുള്ള വ്യത്യാസം നമ്മൾ 3/2 ഭാഗം ആദ്യമേ ഒഴിക്കുന്നു. 3/2 ഭാഗം. നേരത്തെ നമ്മൾ പകുതിയായിരുന്നു ഒഴിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം 3/2 ഭാഗം ആദ്യമേ ഒഴിക്കുന്നു. 1/3 ഭാഗം ബാക്കി വയ്ക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് എമൾസിഫയർ ലിക്വിഡ് ഒഴിച്ച് നന്നായിട്ട് ലയിപ്പിക്കുക. അടുത്ത നമ്മൾ ടെട്രാ സോഡിയം പൗഡർ അതിലേക്കിട്ട് പൂർണ്ണമായിട്ട് ലയിച്ചു വരുന്ന വരെ ഇളക്കുക. അതിനുശേഷം നമ്മൾ സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ 3/2 ഭാഗം ഒഴിക്കുക. 3/2 ഭാഗം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ SLES അതിലേക്ക് ഒഴിക്കുക. SLES ഒഴിച്ച് ഇളക്കിയതിന് ശേഷം നമ്മൾ സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കിയുള്ള 1/3 ഭാഗം അതിലേക്ക് ഒഴിച്ച് ഇളക്കുക. SLES ഒഴിച്ച് ഇളക്കിയതിന് ശേഷം സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കിയുള്ള 1/3 ഭാഗം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏറ്റവും അവസാനം നമ്മൾ BKC ലിക്വിഡ് അതിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. ഏറ്റവും അവസാനമായിട്ട് ചേർക്കേണ്ടത് BKC കളറ്, പെർഫ്യൂം, ഇത്രയും സാധനമുള്ള ലിക്വിഡ് അതിലേക്ക് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ സാധനം പൂർണ്ണമായിട്ട് ഇല്ലാതായതിനു ശേഷം കുപ്പികളിലാക്കുക. ഇപ്പൊ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുത്തത്. ഇത് 1/2 ലിറ്റർ ഉണ്ട് സാധനം. 200 ml എമൾസിഫയർ ലിക്വിഡ്, സോഡിയം നൈട്രേറ്റ് വാട്ടർ 100 ml, SLES 100 ml, BKC ലിക്വിഡ് 100 ml, അങ്ങനെ 300 + 200 500 ml ഉണ്ട്. അപ്പൊ 1.5 ലിറ്റർ കാണും നമുക്ക് സാധനം. 1.5 ലിറ്റർ. ഇത് 1/2 ലിറ്ററിന്റെ കുപ്പികളിലാക്കി 60 രൂപ വിലക്കാണ് നമ്മളിപ്പോ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. 60 രൂപ വില. 1/2 ലിറ്ററിന്റെ കുപ്പിക്ക് 60 രൂപ വില. പുറത്ത് അതിന് വില കൂടുതലായിരിക്കും. ഇത് വെള്ളത്തിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് 5 ml 1 ലിറ്റർ വെള്ളത്തിലാണ് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം നമ്മൾ തറ തുടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത്. സാധാരണ ഈ ഫ്ലോർ വാഷ് ഉപയോഗിക്കേണ്ടത് കറ പോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കള്, വളരെ കട്ടി കൂടിയ അഴുക്കള്, അങ്ങനെയുള്ള പ്രതലങ്ങളിൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഫ്ലോർ വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. സാധാരണ നമ്മുടെ തറയിലെ അഴുക്കൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോഷനാണ് ഉപയോഗിക്കേണ്ടത്. ഫ്ലോർ വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫ്ലോർ വാഷ് ഉപയോഗിക്കേണ്ടത് കറ പോലെ പറ്റി പിടിച്ചിരിക്കുന്ന പോകുന്നില്ലാത്ത അഴുക്കുകള്, കട്ടി കൂടിയ അഴുക്കുകള്, അങ്ങനെയുള്ള അഴുക്കുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഫ്ലോർ വാഷ് ഉപയോഗിക്കേണ്ടത്. സാധാരണ രീതിയിലുള്ള അഴുക്കുകൾ കഴുകിക്കളയുന്നതിന് വേണ്ടി നമ്മൾ ലോഷൻ ഉപയോഗിച്ചാൽ മതി. ഞാൻ തയ്യാറാക്കുന്ന രീതി ഒന്നുകൂടെ ഒന്ന് പറയാം. 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം എമൾസിഫയർ ലിക്വിഡ് 200 ml എമൾസിഫയർ ലിക്വിഡ് ഒഴിച്ച് ലയിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അതിലേക്ക് ലയിപ്പിക്കേണ്ടത് സോഡിയം ടെട്രാ സോഡിയം പൗഡറാണ്. ടെട്രാ സോഡിയം പൗഡർ നന്നായിട്ട് ലയിച്ചു വരുന്നവരെ ഇളക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ 3/2 ഒഴിക്കുക. സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ 3/2.
നാലാമത് നമ്മൾ SLES ഒഴിക്കുക. അഞ്ചാമത് സോഡിയം നൈട്രേറ്റ് വാട്ടറിന്റെ ബാക്കിയുള്ള 1/3 ഭാഗം ഒഴിക്കുക. ആറാമത് BKC ലിക്വിഡ് ഒഴിക്കുക. ഇത്രയും കാര്യമാണ് നമ്മൾ ഫ്ലോർ വാഷ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഫ്ലോർ വാഷ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഫ്ലോർ വാഷ് മറ്റുള്ള സാധനം ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രയും വ്യാപകമായ ഉപയോഗം ഇല്ല. എന്നുവെച്ചാൽ അതിൽ ഉപയോഗിക്കേണ്ട ആവശ്യകത വരുന്നത് കട്ടി കൂടിയ അഴുക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ്. അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.